ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു പ്രഭാത സന്ദേശവുമായി വീണ്ടും കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടും സുഖത്തോടും ക്ഷേമത്തോടും ആയിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ പ്രഭാത സന്ദേശം വെളിപ്പാട് പുസ്തകത്തിലെ 7 ഭാഗ്യവാന്മാരെക്കുറിച്ച് ഹല്ലേലൂയ ചിന്തിപ്പാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ട് ഒന്നാമത്തെ ഭാഗ്യവാൻ നമ്മൾ കാണുന്നത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ 1-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന എന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഇതും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിന് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിന് യോഹന്നാൻ എന്ന അപ്പോസ്തലനെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പത്മോസ് ദ്വീപിൽ നാട് കടത്തിയ സംഭവം ദൈവത്തിന് സ്തോത്രം നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ആയിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം അവൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി എന്ന് ദൈവജനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം താൻ കണ്ടതായ ആ ദർശനം കർത്താവ് തന്നോട് നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ 7 സഭയ്ക്കുള്ള ദൂത് ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. തുടർന്നുള്ള അധ്യായങ്ങളെല്ലാം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിരിക്കുന്ന അധ്യായങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ വായിച്ചത് ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും 3 ദൈവത്തിന് സ്കൂട്ടറെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. 1 ദൈവത്തിന് സ്തോത്രം ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. 2-ാമതായിട്ട് കേൾക്കുന്നവർ ദൈവത്തിന് ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ഈ ദൈവത്തിന് സ്തോത്രം ഈ വചനം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ അത് വായിക്കുന്നവരെ ഹല്ലേലൂയ വായിച്ച് കേൾപ്പിക്കുന്നവരെ അത് പ്രമാണിക്കുന്നവരെ ഭാഗ്യവാന്മാർ. ദൈവം ഇത് അത്ര വലിയൊരു ഭാഗ്യ പദവിയാണ് പ്രിയമുള്ളവരെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ദൈവത്തിന് സ്തോത്രം ഇത് മറ്റുള്ളവരോട് പറയുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. അത് തന്നെയല്ല കേൾക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ഇത് കേട്ട് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം ഇതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അത് വലിയൊരു ഭാഗ്യ അവസ്ഥയാണ് പ്രിയമുള്ളവരെ. വലിയൊരു ഭാഗ്യ പദവിയാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മളെപ്പോലെ ഭാഗ്യവാന്മാർ വേറെ ആരുമില്ല എന്ന് ദൈവജനത്തിന് മുമ്പാകെ രാവിലെ എനിക്ക് പറയുന്നതിൽ അധികം സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം ഇത് വായിച്ച് കേൾപ്പിക്കുക, ഈ ദൈവത്തിനെ കേൾക്കുക, ഇത് പ്രമാണിക്കുക, ആ ഒരു ഭാഗ്യം. 2-ാമതായിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു 13-ാം വാക്യം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. നമുക്കറിയാം, മരണാനന്തരത്തിൽ ദൈവത്തിന് സ്തോത്രം ദൈവദാസന്മാർ വായിക്കുകയും നമ്മളെ കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാക്യമാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഹല്ലേലൂയ ഞാൻ സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ ഹല്ലേലൂയ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. നമ്മൾ കർത്താവിൽ മരിച്ചാൽ അതിൽ പരം ഭാഗ്യം നമുക്ക് വേറൊന്നുമില്ല പ്രിയമുള്ളവരെ. നമുക്ക് ആ നിത്യത കർത്താവ് ഒരുക്കും. ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് പുഴുവൊന്നും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആ നരകാഗ്നിയിൽ പോകുന്നതിനേക്കാൾ നിത്യത കർത്താവ് നമുക്ക് ഒരുക്കുന്നത് എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അതിനാ പറയുന്നത് ഇന്നു മുതൽ കർത്താവിൽ മരിക്കണം. കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാരെന്ന് ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞിട്ട് 16-ാം അധ്യായത്തിലെ 15 പറയുന്നത് ഇങ്ങനെ: ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ ദൈവത്തിന് സ്തോത്രം കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ വിശുദ്ധിയെക്കുറിച്ചാണ് കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഉടുപ്പ് നഷ്ടപ്പെടുത്തരുതെന്നോ, നിൻ്റെ അവിശുദ്ധി നഷ്ടപ്പെടുത്തരുതോ ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നടപ്പ് എപ്രകാരമെന്നോ ഒന്ന് ശോധന ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെ: ഞാൻ കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വരവിനെ കുറിക്കുന്ന ഇത്. ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നരായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗ്രച്ചും കൊള്ളുന്നവൻ ഭാഗ്യവൻ. എത്ര വലിയ ഭാഗ്യ അവസ്ഥയാണ് പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധിയോട് വേർപാടോട് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങൾ
നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കുക. ഒരിക്കലും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കുവാനാണ് ദൈവവചനം പറയുന്നത്. ദൈവവിശുദ്ധിയോട് വേർപാടോട് ദൈവസന്നിധി നിൽക്കുന്നവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരാറായി. മൂന്നാമതായിട്ട് 19-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. 19-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. വിശുദ്ധിയോട് വേർപാടോട് നീതി പ്രവൃത്തി ചെയ്ത് മുന്നേറുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ. അതുകൊണ്ട് എന്താ പറയുന്നത്? കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമ്മൾ ആരാ പ്രിയമുള്ളവരെ? കുഞ്ഞാടിൻ്റെ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവരാ. നമ്മുടെ കാന്തൻ വരാറായി. ദൈവത്തിന് സ്തോത്രം. എത്രയും പെട്ടെന്ന് നമ്മളെ ചേർക്കുവാൻ ഹല്ലേലൂയ നമ്മളെ ഒരുക്കമുള്ളവരായി ഇരിക്കെ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ചേർക്കുവാൻ കടന്നു വരാറായി. ഇവിടെ പറയുക, കുഞ്ഞാടിൻ്റെ ദൈവത്തിന് സ്തോത്രം കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഇത് ദൈവത്തിൻ്റെ സത്യവചനമെന്ന് അവരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണം അടുത്തിരിക്കുന്നല്ലോ. അതിന് മേളിൽ ഇങ്ങനെ പറയുന്നത്, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മളത് ക്ഷണിക്കപ്പെട്ടവരാ. നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാ പ്രിയമുള്ളവരെ. നമ്മൾ ഭാഗ്യവാന്മാരാ. ആ നിത്യത നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധിയോട് വേർപാടോട് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത് ആ വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. ആ കല്യാണം ഹല്ലേലൂയ അത് അടുത്തിരിക്കുക. എത്ര പേര് ഹല്ലേലൂയ അതിലെടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഭാഗ്യവാന്മാർ. 20:6 പറയുന്ന ഇങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധരുമാകുന്നു. ആ ദൈവത്തിന് സ്തോത്രം. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ലെന്ന ദൈവത്തിന് സ്തോത്രം. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴുമെന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമത്തെ പുനരുത്ഥാനം നമുക്കറിയാം. കർത്താവ് തൻ്റെ മേഘത്തിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കടന്നു വരും. ദൈവത്തിന് സ്തോത്രം. അതിൽ പങ്കാളികളാകുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ഞാനിതൊന്നും വിശദീകരിക്കുന്നില്ല പ്രിയമുള്ളവരെ. 5-ാമത്തെ കാര്യം ഒന്നാമത് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും പ്രമാണിക്കുന്നവരും ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇതിൽ എഴുതിയിരിക്കുന്ന കേൾക്കുന്നവരും ഭാഗ്യവാന്മാർ. രണ്ടാമത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ മരിച്ച വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു. നാലാമതായിട്ട് ദൈവത്തിന് സ്തോത്രം നമ്മൾ കണ്ടു. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് 16:5 നമ്മൾ വായിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം വെള്ളയുടുപ്പ് സൂക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അഞ്ചാമതായിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ആറാമതായിട്ട് 22:7 പറയുന്നു. 22:7 തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലിങ്ങനെ പറയുന്നു, ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആദ്യം അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അല്ലെങ്കിൽ പ്രമാണിക്കുന്നവരും ഭാഗ്യം. ഇവിടെയും പറയുകയാണ്, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇതിൽ പ്രകാരം മുന്നേറുന്നവർ ഭാഗ്യവാന്മാർ. അത് 7-ാമതായിട്ടൊരു കാര്യം കൂടെ, ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും അവരുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവിടെയും വിശുദ്ധിയാണ് കാണിക്കുന്നത്. വസ്ത്രം അലക്കി വെളുത്ത ദൈവസന്നിധിയിൽ വിശുദ്ധിയോട് ദൈവസന്നിധി ഇരിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ദൈവത്തിന് സ്തോത്രം. ജീവവൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം ഹല്ലേലൂയ അലക്കുന്നവരും ഭാഗ്യവാൻ. വസ്ത്രം അലക്കി വെളുപ്പിച്ച് വിശുദ്ധിയോട് വേർപാടോട് ദൈവസന്നിധി നിൽക്കുവാൻ കർത്താവ് നമുക്കിടയാക്കട്ടെ പ്രിയമുള്ളവരെ. അതിൽ 7 കാര്യങ്ങളാണ് വിശുദ്ധിയെ ദൈവത്തിന് ഭാഗ്യവാന്മാരെ കുറിച്ച് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പ്രമാണിച്ച് മുന്നേറുന്നവർ, ഇതെല്ലാം പ്രമാണിച്ച് ദൈവസന്നിധി നിൽക്കുന്നവർ, അവർ ഭാഗ്യവാന്മാരാണ്. പൊതുവേ അതാ എനിക്ക് പറയുവാനുള്ളത്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, കുഞ്ഞാടിൻ്റെ കല്യാണം അടുത്തു, കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക പ്രിയമുള്ളവർ.
പ്രിയമുള്ളവരെ, വിശുദ്ധിയോട് വേർപാടോട് ദൈവസന്നിധി ശക്തരായി നിൽപ്പാൻ നമ്മളെ തന്നെ ഒരുക്കിയെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, രാവിലെ സമയം കർത്താവേ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകത്തിലെ ഭാഗ്യവാന്മാരെ കുറിച്ച് കേൾക്കുവാൻ ഞങ്ങൾക്കിടയായല്ലോ. ഈ ദിവസങ്ങൾ ഇപ്പം ഹല്ലേലൂയ ഇത് വായിച്ചു കേൾപ്പിക്കുന്നവന്, കേൾക്കുന്നവന്, ഇത് പ്രമാണിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ദൈവജനം ഞങ്ങളെ പഠിപ്പിക്കുന്നു. വെള്ളയുടുപ്പ് സൂക്ഷിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി ശക്തരായി നിൽപ്പാൻ, എടുക്കപ്പെടുവാൻ, കുഞ്ഞാടിൻ്റെ കാന്തായി കല്യാണം അടുത്തിരിക്കുന്ന ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ക്ഷണിക്കപ്പെട്ടവരാ കർത്താവേ. ഞങ്ങളെപ്പോലെ ഭാഗ്യവാന്മാർ ആരായിരുമില്ല കർത്താവേ. നിൻ്റെ സന്നദ്ധി ഞങ്ങളെ സമർപ്പിക്കുക കർത്താവേ. ഇത് ഹാലിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് കർത്താവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം, വെടിവെക്കണം. ആരെങ്കിലും രോഗികളായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സ്വർഗം സൗഖ്യമാക്കണമേ. വലിയ ദൈവകൃപയെ അവിടുന്ന് പാരണം. താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.